ഹലോ ഫ്രണ്ട്സ്, സ്മാർട്ട് സ്റ്റാർട്ട് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പി എസ് സി ബുള്ളറ്റിൻ 25,000 ജി കെ ക്വസ്റ്റ്യൻ കളക്ഷനിലെ 6ാമത്തെ പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ 5 പാർട്ട് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കണേ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 628ാമത്തെ ക്വസ്റ്റ്യൻ, ഏഷ്യയും ആഫ്രിക്കയും തമ്മിലുള്ള കരബന്ധം വേർപെടുത്തപ്പെട്ടതിന് കാരണം സൂയസ് കനാൽ. ഏഷ്യയും ആഫ്രിക്കയും തമ്മിലുള്ള കരബന്ധം വേർപെടുത്തപ്പെട്ടതിന് കാരണം സൂയസ് കനാൽ. ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ ചക്രവർത്തി ചന്ദ്രഗുപ്ത മൗര്യർ. ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ ചക്രവർത്തിയാണ് ചന്ദ്രഗുപ്ത മൗര്യർ. 630ാമത്തെ ക്വസ്റ്റ്യൻ, ഈസ്റ്റ് ലണ്ടൻ എന്ന ആഫ്രിക്കൻ തുറമുഖ പട്ടണം ഏതു രാജ്യത്താണ്? ദക്ഷിണാഫ്രിക്ക. ഈസ്റ്റ് ലണ്ടൻ എന്ന ആഫ്രിക്കൻ തുറമുഖ പട്ടണം ദക്ഷിണാഫ്രിക്കയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് യുജിൻ പി ഓഡം. ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവാണ് യുജിൻ പി ഓഡം. എ ആർ റഹ്മാൻ ജനിച്ചത് എവിടെ? ചെന്നൈ. ചെന്നൈയിലാണ് എ ആർ റഹ്മാൻ ജനിച്ചത്. ഗാന്ധി സമാധാന സമ്മാനത്തിന് ആദ്യമായി അർഹനായത് ജൂലിയസ് നെരേര. ഗാന്ധി സമാധാന സമ്മാനത്തിന് ആദ്യമായി അർഹനായത് ജൂലിയസ് നെരേര. ചരക സംഹിത എന്തിനെക്കുറിച്ചുള്ള ഗ്രന്ഥമാണ്? വൈദ്യശാസ്ത്രത്തെക്കുറിച്ചുള്ള ഗ്രന്ഥമാണ് ചരക സംഹിത. 1986 ഇന്ത്യൻ പരിസ്ഥിതി സംരക്ഷണ നിയമം പാസാക്കിയപ്പോൾ പ്രധാനമന്ത്രിയായിരുന്നത് രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിയാണ് 1986 ഇന്ത്യൻ പരിസ്ഥിതി സംരക്ഷണ നിയമം പാസാക്കിയപ്പോൾ പ്രധാനമന്ത്രിയായിരുന്നത്. ഈഴവരുടെ മതപരിവർത്തന സംരംഭം എന്ന പുസ്തകം രചിച്ചത് സി വി കുഞ്ഞിരാമൻ. സി വി കുഞ്ഞിരാമൻ്റെ ബുക്കാണ് ഈഴവരുടെ മതപരിവർത്തന സംരംഭം. 1987 സെപ്റ്റംബർ 16 ഒപ്പുവെച്ച ഉടമ്പടി മോൺട്രിയൽ പ്രോട്ടോകോൾ. 1987 സെപ്റ്റംബർ 16 ഒപ്പുവെച്ച ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. 2020 കൂടി എല്ലാ കുട്ടികൾക്കും രോഗപ്രതിരോധ ശേഷി സജ്ജമാക്കാൻ ലക്ഷ്യമിടുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി ഇന്ദ്രധനുഷ്. 2020 കൂടി എല്ലാ കുട്ടികൾക്കും രോഗപ്രതിരോധ ശേഷി സജ്ജമാക്കാൻ ലക്ഷ്യമിടുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഇന്ദ്രധനുഷ്. 1980കളിൽ ഏത് സംസ്ഥാനത്താണ് ജംഗിൾ ബച്ചാവോ ആന്തോളൻ എന്ന പ്രക്ഷോഭം നടന്നത്? ബീഹാറിൽ. ബീഹാറിലാണ് 1980 ജംഗിൾ ബച്ചാവോ ആന്തോളൻ എന്ന പ്രക്ഷോഭം നടന്നത്. 640ാമത്തെ ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തരം 1965 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടായപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. 1965 ഇന്ത്യ പാക് യുദ്ധസമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. ഇന്ത്യയുടെ ദേശീയ ചിഹ്നത്തിന് താഴെ സത്യമേവ ജയതേ എന്ന് എഴുതിയിരിക്കുന്നത് ഏത് ലിപിയിൽ? ദേവനാഗിരി. സത്യമേവ ജയതേ എന്ന് എഴുതിയത് ദേവനാഗിരി ലിപിയിലാണ്. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം മെയ് 22. പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീസിൻ്റെ ആസ്ഥാനം ആംസ്റ്റർഡാം. പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീസിൻ്റെ ആസ്ഥാനമാണ് ആംസ്റ്റർഡാം. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി നിയമിതമായ വർഷം 2010. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച വർഷം 2011. അജണ്ട 21 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പരിസ്ഥിതി സംരക്ഷണം. അജണ്ട 21 പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 647ാമത്തെ ക്വസ്റ്റ്യൻ, വയോജനങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾ, അവരുടെ പരിചരണം എന്നിവയെ സംബന്ധിച്ച വൈദ്യശാസ്ത്ര ശാഖയാണ് ജെറിയാട്രിക്സ്. വയോജനങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾ, അവരുടെ സംരക്ഷണം എന്നിവയെ സംബന്ധിച്ച വൈദ്യശാസ്ത്ര ശാഖയാണ് ജെറിയാട്രിക്സ്. കേരള സംസ്ഥാനം രൂപം കൊണ്ട ശേഷം ആദ്യ സെൻസസ് നടന്നത് 1961. കോഴിക്കോടിനെ കുറിച്ച് പരാമർശിച്ച ആദ്യത്തെ സഞ്ചാരിയാണ് മാർക്കോ പോളോ. കോഴിക്കോടിനെ കുറിച്ച് പരാമർശിച്ച ആദ്യത്തെ സഞ്ചാരിയാണ് മാർക്കോ പോളോ. 650ാമത്തെ ക്വസ്റ്റ്യൻ, ചേരമാൻ പറമ്പ് എവിടെയാണ്? കൊടുങ്ങല്ലൂർ. ചേരമാൻ പറമ്പ് എവിടെയാണ്? കൊടുങ്ങല്ലൂർ. പന്തളം കേരളവർമ്മ സ്വീകരിച്ചിരുന്ന തൂലികാനാമമാണ് കവി തിലകൻ. പന്തളം കേരളവർമ്മ സ്വീകരിച്ചിരുന്ന തൂലികാനാമം കവി തിലകൻ. മൂക്കിലൂടെ ശ്വസിക്കാത്ത കശേരു ജീവിയാണ് മത്സ്യം. മൂക്കിലൂടെ ശ്വസിക്കാത്ത കശേരു ജീവി മത്സ്യം. ആവശ്യപ്പെടുന്നതിനനുസരിച്ച് എവിടെയും ബസ് നിർത്തുന്നതിന് KSRTC ആരംഭിച്ച അൺലിമിറ്റഡ് ഓർഡിനറി സർവീസാണ് ജനത. ആവശ്യപ്പെടുന്നതിനനുസരിച്ച് എവിടെയും ബസ് നിർത്തുന്നതിന് KSRTC ആരംഭിച്ച അൺലിമിറ്റഡ് ഓർഡിനറി സർവീസിൻ്റെ പേരാണ് ജനത. മീനമാതാ രോഗം ആദ്യമായി കാണപ്പെട്ടത് ഏത് രാജ്യത്താണ്? ജപ്പാൻ. മീനമാതാ രോഗം ആദ്യമായി കാണപ്പെട്ടത് ജപ്പാനിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിംഹങ്ങൾ കാണപ്പെടുന്ന വനമാണ് ഗിർ വനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിംഹങ്ങൾ കാണപ്പെടുന്ന വനം ഗിർ വനം. ഇന്ത്യയിൽ ആദ്യമായി സർവീസ് നടത്തിയ തീവണ്ടിയാണ് ഫെയറി ക്യൂൻ. കാഫിർ എന്ന രചിച്ചത് KT മുഹമ്മദ്.
അപ്പിക്കോ പ്രസ്ഥാനം രൂപീകരിച്ചത് പാണ്ഡുരംഗ ഹെഡ്ഗെ. കനാലുകളുടെ നാട് എന്നറിയപ്പെടുന്നത് പാകിസ്ഥാൻ. കനാലുകളുടെ നാട് എന്നറിയപ്പെടുന്നത് പാകിസ്ഥാൻ. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാൾ. സാഹിത്യ നൊബേലിന് അർഹമായ ആദ്യ പ്രധാനമന്ത്രിയാണ് സർ വിൻസ്റ്റൺ ചർച്ചിൽ. ശതദ്രി എന്നറിയപ്പെടുന്ന നദി ഏത്? സത്ലജ്. ശതദ്രി എന്നറിയപ്പെടുന്ന നദിയാണ് സത്ലജ്. കോഴിക്കോട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന കരിപ്പൂർ ഏതു ജില്ലയിലാണ്? മലപ്പുറം. ശതവാഹന രാജാക്കന്മാരുടെ സദസ്സിലെ ഭാഷ പ്രാകൃത ഭാഷ. ശതവാഹന രാജാക്കന്മാരുടെ സദസ്സിലെ ഭാഷ പ്രാകൃത ഭാഷ. സസ്യവർഗീകരണ സമ്പ്രദായത്തിന്റെ ആചാര്യൻ കരോലസ് ലിനയസ്. 666 ക്വസ്റ്റ്യൻ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ഏക അമേരിക്കൻ പ്രസിഡന്റ് വില്യം ഹൊവാൾഡ് താഫ്റ്റ്. 667. ജഹാംഗീർ ചക്രവർത്തി ഏതു പേരിലാണ് മുമ്പ് അറിയപ്പെട്ടിരുന്നത്? സലീം. ദഹ്ബോൾ വൈദ്യുത നിലയം ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. ദഹ്ബോൾ വൈദ്യുത നിലയം മഹാരാഷ്ട്ര എന്ന സംസ്ഥാനത്താണ്. ലാ മാർസേൽസ് ഏത് രാജ്യത്തിന്റെ ദേശീയ ഗാനമാണ്? ഫ്രാൻസ്. ചരാർ ഇ ഷെരീഫ് പള്ളി ഏത് കേന്ദ്രഭരണ പ്രദേശത്താണ്? ജമ്മു ആൻഡ് കാശ്മീർ. ചരാർ ഇ ഷെരീഫ് പള്ളി ജമ്മു ആൻഡ് കാശ്മീരിലാണ്. ബാഡ്മിന്റൺ എന്നു പേരുള്ള 2 ഗ്രാമങ്ങളുള്ള രാജ്യമാണ് ഇംഗ്ലണ്ട്. ബാഡ്മിന്റൺ എന്നു പേരുള്ള 2 ഗ്രാമങ്ങളുള്ള രാജ്യം ഇംഗ്ലണ്ട്. ഇക്കോസിസ്റ്റം എന്ന പദം നിർമ്മിച്ചത് ട്രാൻസ്ലി. ഇക്കോസിസ്റ്റം എന്ന പദം നിർമ്മിച്ചത് ട്രാൻസ്ലി. വനം, പരിസ്ഥിതി മേഖലയിലെ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് നൽകുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ഇന്ദിരാഗാന്ധി പര്യാവരൺ പുരസ്കാരം. ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതം ആധാരമാക്കി നാരായണം എന്ന നോവൽ രചിച്ചത് പെരുമ്പടവം ശ്രീധരൻ. ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതം ആധാരമാക്കി നാരായണം എന്ന നോവൽ രചിച്ചത് പെരുമ്പടവം ശ്രീധരൻ. കസ്തൂരിരംഗൻ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ എത്ര പരിസ്ഥിതി ലോല വില്ലേജുകൾ ഉണ്ട്? 123. ഏത് നവോത്ഥാന നായകന്റെ വീട്ടുപേരായിരുന്നു കിടാരത്തിൽ? കുറുമ്പൻ ദൈവത്താൻ. കുറുമ്പൻ ദൈവത്താന്റെ വീട്ടുപേരാണ് കിടാരത്തിൽ. വാൻകാരി മാതായി 1971 തുടക്കം കുറിച്ച പ്രസ്ഥാനം ഗ്രീൻ ബെൽറ്റ്. വാൻകായി മാതായി 1971 തുടക്കം കുറിച്ച പ്രസ്ഥാനമാണ് ഗ്രീൻ ബെൽറ്റ്. ഭരണഘടനയുടെ 371C അനുച്ഛേദം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മണിപ്പൂർ. ആർട്ടിക്കിൾ 371C മണിപ്പൂരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സിൽവി കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വനം. സിൽവി കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വനം. 680 ക്വസ്റ്റ്യൻ. കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിൽ പശ്ചിമഘട്ടത്തിന്റെ എത്ര ശതമാനം പ്രദേശമാണ് പരിസ്ഥിതി ലോല പ്രദേശമായി ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്തത്? 37. കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിൽ പശ്ചിമഘട്ടത്തിന്റെ 37% പ്രദേശവും പരിസ്ഥിതി ലോല പ്രദേശമായി ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്തു. വ്യത്യസ്ത ജാതികളിൽപ്പെട്ടവർക്ക് ഒരുമിച്ച് താമസിക്കുന്നതിന് കൊടുമുണ്ട കോളനി സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് വി.ടി. ഭട്ടതിരിപ്പാട്. വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവർക്ക് ഒരുമിച്ച് താമസിക്കാൻ കൊടുമുണ്ട കോളനി സ്ഥാപിച്ചത് വി.ടി. ഭട്ടതിരിപ്പാട്. ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പരിസ്ഥിതി. നാട് നാട്ടുകാരൻ ഭരിക്കണമെന്ന് സ്വാതന്ത്ര്യത്തിന് 138 വർഷം മുമ്പ് പ്രഖ്യാപിച്ച ദേശാഭിമാനി വേലുത്തമ്പി ദളവ. നാട് നാട്ടുകാരൻ ഭരിക്കണം എന്ന് പറഞ്ഞത് വേലുത്തമ്പി ദളവ. ജീവമണ്ഡലം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ എഡ്വേർഡ് സ്വാസ്. ജീവമണ്ഡലം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് എഡ്വേർഡ് സ്വാസ്. മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട്. മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട്. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് IUCN ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് IUCN. ജീവനുള്ളവ പ്രകാശം പുറപ്പെടുവിക്കുന്ന പ്രതിഭാസമാണ് ബയോലൂമിനൻസ്. ജീവനുള്ളവ പ്രകാശം പുറപ്പെടുവിക്കുന്ന പ്രതിഭാസമാണ് ബയോലൂമിനൻസ്. മേഘങ്ങളോ ജലബാഷ്പങ്ങളോ ഇല്ലാത്ത അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ. മേഘങ്ങളോ ജലബാഷ്പമോ ഇല്ലാത്ത അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ. ലോക പ്രകൃതി സംരക്ഷണ ദിനം ജൂലൈ 28. ലോക പ്രകൃതി സംരക്ഷണ ദിനം ജൂലൈ 28. ഭരണഘടനയുടെ 371I അനുച്ഛേദം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗോവ. ഭരണഘടനയുടെ 371I ആർട്ടിക്കിൾ ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗോവ. മനുഷ്യ ശരീരത്തിൽ അമരവിത്തിന്റെ ആകൃതിയിലുള്ള അവയവമാണ് വൃക്ക. മനുഷ്യ ശരീരത്തിൽ അമരവിത്തിന്റെ ആകൃതിയിലുള്ള അവയവം വൃക്ക. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. ലോകത്തിലെ ആദ്യത്തെ പരിസ്ഥിതി സംഘടന ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ.
ലോകത്തിലെ ആദ്യത്തെ പരിസ്ഥിതി സംഘടനയാണ് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. ഫോസ്ഫറസിൻ്റെ ഒരു തന്മാത്രയിൽ എത്ര ആറ്റങ്ങളുണ്ട്? 4. ഫോസ്ഫറസിൻ്റെ ഒരു തന്മാത്രയിൽ 4 ആറ്റങ്ങളുണ്ട്. വേൾഡ് വൈഡ് ലൈഫ് ഫണ്ടിൻ്റെ ചിഹ്നമാണ് ഭീമൻ പാണ്ട. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ബീറ്റ കരോട്ടിൻ. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് ബീറ്റ കരോട്ടിൻ. കേരള പോലീസ് നൽകി വരുന്ന വിവിധ സേവനങ്ങൾ ഒരൊറ്റ മൊബൈൽ ആപ്പിലൂടെ ലഭ്യമാക്കുന്നതിന് ആരംഭിച്ച ആപ്ലിക്കേഷനാണ് പൊൽ ആപ്പ്. കേരള പോലീസ് നൽകി വരുന്ന വിവിധ സേവനങ്ങൾ ഒരൊറ്റ മൊബൈൽ ആപ്പിലൂടെ ലഭ്യമാക്കുന്നതിന് ആരംഭിച്ച ആപ്ലിക്കേഷനാണ് പൊൽ ആപ്പ്. കോപ്പൻഹേഗൻ ഉടമ്പടി ഒപ്പുവെച്ച വർഷം 2009. കോപ്പൻഹേഗൻ ഉടമ്പടി ഒപ്പുവെച്ച വർഷം 2009. ബക്കിബോളുകൾ ഏത് മൂലകത്തിൻ്റെ രൂപാന്തരമാണ്? കാർബൺ. ബക്കിബോൾ കാർബണിൻ്റെ രൂപാന്തരമാണ്. ക്യോട്ടോ പ്രോട്ടോകോൾ ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1997. ക്യോട്ടോ പ്രോട്ടോകോൾ ഉടമ്പടി ഒപ്പുവെച്ച വർഷമാണ് 1997. 701ാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയ ഔഷധ സസ്യ ബോർഡിൻ്റെ സാമ്പത്തിക സഹായത്തോടെ 2002 ആരംഭിച്ച ഔഷധ വ്യാപന പദ്ധതിയാണ് സഞ്ജീവനി. ദേശീയ ഔഷധ സസ്യ ബോർഡിൻ്റെ സാമ്പത്തിക സഹായത്തോടെ 2002 ആരംഭിച്ച ഔഷധ വ്യാപന പദ്ധതിയാണ് സഞ്ജീവനി. ദാശുളിഗ്രാം സ്വരാജ്യ സംഘിൻ്റെയും ചാന്തി പ്രസാദ് ഭട്ടിൻ്റെയും നേതൃത്വത്തിൽ ഇന്നത്തെ ഉത്തരാഖണ്ഡിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം. ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത് ദാശുളിഗ്രാം സ്വരാജ് സംഘും ചാന്തി പ്രസാദ് ഭട്ടുമാണ്. ഇതൊന്നുകൂടെ പറയാം. ദാശുളിഗ്രാം സ്വരാജ്യ സംഘിൻ്റെയും ചാന്തി പ്രസാദ് ഭട്ടിൻ്റെയും നേതൃത്വത്തിലാണ് ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത്. ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത് ഉത്തരാഖണ്ഡിലാണ്. 703ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സർക്കാർ ചില ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സെസ്. സെസ് എന്ന പേരിലാണ് സർക്കാർ ചില ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതി അറിയപ്പെടുന്നത്. അധിക നികുതി അറിയപ്പെടുന്നത് സെസ് എന്ന പേരിലാണ്. 704ാമത്തെ ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാനത്തെ സൂചിപ്പിക്കുന്ന GST ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ 32. കേരള സംസ്ഥാനത്തെ സൂചിപ്പിക്കുന്ന GST ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ് 32. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ ഒരു റയർ ഫാക്റ്റ് ആയിരിക്കും, അതൊന്നുകൂടെ പറയാം. ദാശുളിഗ്രാം സ്വരാജും ചാന്തി പ്രസാദ് ഭട്ടുമാണ് ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ. അവരുടെ നേതൃത്വത്തിലാണ് ഉത്തരാഖണ്ഡിലാണ് ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത്. ഇനി 705ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ വിജയ് പി ഭട്കർ. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവാണ് ഡോക്ടർ വിജയ് പി ഭട്കർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടറാണ് പരം 8000. ഏതു വിഷയത്തിലെ നോബേൽ സമ്മാനമാണ് സംഘടനകൾക്കും ലഭിക്കാൻ അർഹത ഉള്ളത്? സമാധാനത്തിൻ്റെ നോബൽ സമ്മാനമാണ് സംഘടനകൾക്കും ലഭിക്കാൻ അർഹതയുള്ളത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അറ്റം കന്യാകുമാരി. ഇന്ത്യയിലെ ആദ്യത്തെ കപ്പൽ നിർമ്മാണശാലയാണ് വിശാഖപട്ടണം. ഇന്ത്യയിലെ ആദ്യത്തെ കപ്പൽ നിർമ്മാണശാല വിശാഖപട്ടണം. വിശുദ്ധ പർവ്വതം എന്നറിയപ്പെടുന്നത് ഫ്യൂജിയാമ. വിശുദ്ധ പർവ്വതം എന്നറിയപ്പെടുന്നത് ഫ്യൂജിയാമ. ഇന്റർനെറ്റിന്റെ ലോകത്തെ SMS എന്നറിയപ്പെടുന്നത് ട്വിറ്റർ. ഇന്റർനെറ്റിന്റെ ലോകത്ത് SMS എന്നറിയപ്പെടുന്നത് ട്വിറ്റർ ആണ്. 712ാമത്തെ ക്വസ്റ്റ്യൻ. സാധാരണയായി ആവശ്യത്തിലധികം പണം ലഭിച്ചു കഴിഞ്ഞാൽ നിർത്തലാക്കുന്ന അധിക നികുതിയാണ് സെസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന ശരീരഭാഗം സെറിബ്രം. ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന ശരീരഭാഗമാണ് സെറിബ്രം. 714. ആഹാര പാക്കറ്റുകളിൽ ഓക്സിജന്റെ സാന്നിധ്യം ഒഴിവാക്കാൻ ഉപയോഗിക്കുന്ന വാതകമാണ് നൈട്രജൻ. ആഹാര പാക്കറ്റുകളിൽ ഓക്സിജന്റെ സാന്നിധ്യം ഒഴിവാക്കാൻ ഉപയോഗിക്കുന്ന വാതകമാണ് നൈട്രജൻ. 715. ഗൾഫ് ഓഫ് മാന്നാറിലേക്ക് ഒഴുകിയെത്തുന്ന നദി താമ്രപർണി. ഗൾഫ് ഓഫ് മാന്നാറിലേക്ക് ഒഴുകിയെത്തുന്ന നദിയാണ് താമ്രപർണി. 716ാമത്തെ ക്വസ്റ്റ്യൻ. നെഹ്റു കുടുംബാംഗമല്ലാത്തവരിൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രധാനമന്ത്രി പദം വഹിച്ചത് മൻമോഹൻ സിംഗ്. 717. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ വിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകിയത് ലീലാകുമാരി അമ്മ. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ വിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകിയത് ലീലാകുമാരി അമ്മ. ചിത്രദുർഗ ചെമ്പുകനി ഏത് സംസ്ഥാനത്താണ്? കർണാടകം. ചിത്രദുർഗ ചെമ്പുകനി ഏത് സംസ്ഥാനത്താണ്? കർണാടകം. ഒരു കണ്ണുകൊണ്ട് നോക്കുമ്പോൾ എത്ര ഡിഗ്രി കോണളവിലുള്ള ദ്വിമാന കാഴ്ചയാണ് സാധ്യമാവുന്നത്? 150. ഒരു കണ്ണുകൊണ്ട് നോക്കുമ്പോൾ എത്ര ഡിഗ്രി കോണളവിലുള്ള ദ്വിമാന കാഴ്ചയാണ് സാധ്യമാവുന്നത്? 150. പണ്ട് നവയോഗിപുരം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് തിരുനാവായ. തിരുനാവായയുടെ പഴയ പേരാണ് നവയോഗിപുരം. ചന്ദ്രന്റെ സാന്ദ്രത എത്രയാണ്? 3.34 ഗ്രാം പ്രതി ക്യൂബിക് സെന്റിമീറ്റർ. ചന്ദ്രന്റെ സാന്ദ്രത 3.34 ഗ്രാം പ്രതി ക്യൂബിക് സെന്റിമീറ്റർ ആണ്.
എയ്ഡ്സ് ബാധിതർക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് കർണാടകം. എയ്ഡ്സ് ബാധിതർക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കർണാടകം. വേനൽക്കാലങ്ങളിൽ സോഡ നിറച്ച ബോട്ടിലുകൾ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ചാൾസ് നിയമം. വേനൽക്കാലത്ത് സോഡ നിറച്ച ബോട്ടിൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമമാണ് ചാൾസ് നിയമം. കേരള സർക്കാർ അയ്യങ്കാളി ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 28. അയ്യങ്കാളി ദിനം ഓഗസ്റ്റ് 28. ഒരു ജീവിയുടെ ശാസ്ത്രീയ നാമത്തിലെ ആദ്യ പദം സൂചിപ്പിക്കുന്നത് ജീനസ്. ഒരു ജീവിയിലെ ശാസ്ത്രീയ നാമത്തിലെ ആദ്യ പദം സൂചിപ്പിക്കുന്നത് ജീനസ് എന്നാണ്. ഹെലിനി, അറ്റ്ലസ്, പ്രൊമിത്യൂസ് എന്നിവ ഏതിൻ്റെ ഉപഗ്രഹങ്ങളാണ്? ശനി. ഹെലിനി, അറ്റ്ലസ്, പ്രൊമിത്യൂസ് എന്നിവ ഏതിൻ്റെ ഉപഗ്രഹങ്ങളാണ്? ശനി. 727. തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത് കാരണമാകുന്ന രോഗമാണ് അപസ്മാരം. തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുതി പ്രവാഹം ഉണ്ടാകുന്നതിന് കാരണമാകുന്ന രോഗം അപസ്മാരം. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ഡാവിഞ്ചി എന്നറിയപ്പെടുന്നത് രവീന്ദ്രനാഥ് ടാഗോർ. ഗാന്ധിയൻ മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് പഞ്ചവത്സര പദ്ധതി 6. ആറാം പഞ്ചവത്സര പദ്ധതിയാണ് ഗാന്ധിയൻ മാതൃക എന്നറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ സൈബീരിയ എന്നറിയപ്പെടുന്ന ജയിലാണ് സെല്ലുലാർ ജയിൽ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ സൈബീരിയ എന്നറിയപ്പെടുന്ന ജയിലാണ് സെല്ലുലാർ ജയിൽ. ഈ 728ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ഡാവിഞ്ചി എന്നറിയപ്പെടുന്നത് രവീന്ദ്രനാഥ് ടാഗോർ. ഇതങ്ങനെ കേൾക്കാത്തതാണ്, റയർ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ഡാവിഞ്ചി രവീന്ദ്രനാഥ് ടാഗോർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 731ാമത്തെ ക്വസ്റ്റ്യൻ, ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യ കേരളീയൻ TC യോഹന്നാൻ. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യ കേരളീയൻ TC യോഹന്നാൻ. 1979 3 മൈൽ ഐലൻഡ് ആണവ ദുരന്തം നടന്ന രാജ്യമാണ് USA. 3 മൈൽ ഐലൻഡ് ആണവ ദുരന്തം നടന്ന രാജ്യം USA. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് തരം ശിലകളാണ്? കായാന്തരിക ശിലകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത്. ആറാമത്തെ രുചി എന്നറിയപ്പെടുന്നത് ഒളിയോഗസ്റ്റസ്. ആറാമത്തെ രുചിയാണ് ഒളിയോഗസ്റ്റസ്. 735ാമത്തെ ക്വസ്റ്റ്യൻ, ബാങ്ക് നോട്ടുകളുടെ മൂല്യത്തിന് ഉറപ്പ് കൊടുക്കുന്നത് റിസർവ് ബാങ്ക് ഗവർണറാണ്. ബാങ്ക് നോട്ടുകളുടെ മൂല്യത്തിന് ഉറപ്പ് കൊടുക്കുന്നത് റിസർവ് ബാങ്ക് ഗവർണർ. 736ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാതാക്കൾ ഹിന്ദിക്ക് ഔദ്യോഗിക ഭാഷാ പദവി നൽകിയത് 1949 സെപ്റ്റംബർ 14. ഭരണഘടനാ നിർമ്മാതാക്കൾ ഹിന്ദിക്ക് ഔദ്യോഗിക ഭാഷാ പദവി നൽകിയത് 1949 സെപ്റ്റംബർ 14. RNAയിൽ കാണാത്ത നൈട്രജൻ ബേസാണ് തൈമിൻ. RNAയിൽ കാണാത്ത നൈട്രജൻ ബേസാണ് തൈമിൻ. മഴക്കോട്ടുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളുടെ ജലപ്രതിരോധത്തിന് കാരണമായ ബലമാണ് പ്രതലബലം. മഴക്കോട്ടുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളുടെ ജലപ്രതിരോധത്തിന് കാരണമാണ് പ്രതലബലം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 739. സിവറ്റോൺ എന്ന ഫിറമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ജീവിയാണ് വെരുക്. സിവറ്റോൺ എന്ന ഫിറമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ജീവി വെരുക്. 740ാമത്തെ ക്വസ്റ്റ്യൻ, പോക്സോ നിയമം എന്നാൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ്. പോക്സോ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ്. 741ാമത്തെ ക്വസ്റ്റ്യൻ, പുൽത്തുമ്പിലൂടെ സസ്യശരീരത്തിൽ അധികമുള്ള ജലം പുറത്തു പോകുന്ന പ്രക്രിയയാണ് ഗട്ടേഷൻ. ഗട്ടേഷൻ എന്ന് പറഞ്ഞാൽ പുൽത്തുമ്പിലൂടെ, പുല്ലുകളുടെ തുമ്പത്തൂടെ സസ്യശരീരത്തിൽ അധികമുള്ള ജലം പുറത്തു പോകുന്ന പ്രക്രിയയാണ് ഗട്ടേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, 1973 ഏത് സംഘടനയാണ് സൈലന്റ് വാലി സംരക്ഷണം ഏറ്റെടുത്ത് പ്രവർത്തിച്ചത്? കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. 1973 ഏത് സംഘടനയാണ് സൈലന്റ് വാലി സംരക്ഷണം ഏറ്റെടുത്ത് പ്രവർത്തിച്ചത്? കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. 743ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, മൂലകങ്ങളുടെ വർഗീകരണത്തിന് അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ന്യൂലാൻഡ്സ്. മൂലകങ്ങളുടെ വർഗീകരണത്തിന് അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ന്യൂലാൻഡ്സ് ആണ്. വിവരാവകാശ നിയമത്തിന്റെ സെക്ഷൻ 15(1) എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷന്റെ രൂപീകരണം. വിവരാവകാശ നിയമത്തിന്റെ സെക്ഷൻ 15(1) എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷന്റെ രൂപവൽക്കരണം. 745ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് അണക്കെട്ട് നിർമ്മിച്ചത് ഏത് നദിയിലാണ്? ഭാരതപ്പുഴ. ഭാരതപ്പുഴയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് അണക്കെട്ട് നിർമ്മിച്ചത്. 746 സസ്യലോകത്തെ ഉഭയജീവികൾ എന്നറിയപ്പെടുന്നത് ബ്രയോഫൈറ്റുകൾ. ബ്രയോഫൈറ്റുകളാണ് സസ്യലോകത്തെ ഉഭയജീവികൾ എന്നറിയപ്പെടുന്നത്. 747ാമത്തെ ക്വസ്റ്റ്യൻ, മഹാശിലായുഗത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ കുപ്പക്കൊല്ലി ഏത് ജില്ലയിലാണ്? വയനാട്.
മഹാശിലായുഗത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ കുപ്പക്കൊല്ലി ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിൽ. രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശങ്ങളും പേശീകോശങ്ങളും തമ്മിലോ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് സിനാപ്സ്. രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശങ്ങളും പേശീകോശങ്ങളും തമ്മിലോ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് സിനാപ്സ്. ചുറ്റിക കൊണ്ട് ആണി അടിച്ചു കയറ്റുമ്പോൾ പ്രയോഗിക്കപ്പെടുന്ന ബലം ഏതാണ്? ആവേഗബലം. ചുറ്റിക കൊണ്ട് ആണി അടിച്ചു കയറ്റുമ്പോൾ പ്രയോഗിക്കപ്പെടുന്ന ബലമാണ് ആവേഗബലം. 750ാമത്തെ ക്വസ്റ്റ്യൻ. ഖജുരാഹോ ക്ഷേത്രങ്ങൾ ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. ഖജുരാഹോ ക്ഷേത്രങ്ങൾ മധ്യപ്രദേശിലാണ്. 751. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിലുള്ള സംസ്ഥാന തലസ്ഥാനം ഷിംല. ഇന്ത്യയിൽ ഏറ്റവും ഉയരമുള്ള സംസ്ഥാന തലസ്ഥാനമാണ് ഷിംല. 2205 മീറ്റർ ഉയരത്തിലാണ് കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിലുള്ള സംസ്ഥാന തലസ്ഥാനം ഷിംല. ഇന്നത്തെ ക്ലാസ്സിൽ 125 ക്വസ്റ്റ്യൻ ആണ് ആഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇതുവരെ 750 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി പഠിച്ചു കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.